ഹലോ, ഗുഡ് ഈവനിങ്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം ഇന്ന് കണ്ണൂരിൽ നിന്നാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ണൂരിന്റെ രാഷ്ട്രീയ മനസ്സിൽ എന്താണ്? വെൽക്കം. ഇന്ന് കണ്ണൂരിൽ പരമാവധി രേഖപ്പെടുത്തിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ 33 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് അന്തരീക്ഷത്തിന്. പക്ഷേ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ താപനില അളക്കാൻ പറ്റിയ ഒരു തെർമോമീറ്ററും ഇപ്പോൾ നിലവിലില്ല. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്കും സ്ഥാനാർത്ഥികളും അനുഭവിക്കുന്ന രാഷ്ട്രീയ സമ്മർദ്ദം അളക്കുന്ന ഒരു പൊളിറ്റിക്കൽ ബാരോമീറ്ററും ഇന്ന് നമ്മുടെ കയ്യിലില്ല. അത്രമേൽ സമ്മർദ്ദമേറിയ, അത്രമേൽ താപനില ഉയർന്നു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനാണ് കണ്ണൂർ സാക്ഷ്യം വഹിക്കുന്നത്. കണ്ണൂരിൽ ഇക്കുറി സിറ്റിംഗ് MP ആയ കെ സുധാകരൻ നേരിടുന്നത് സാക്ഷാൽ MV ജയരാജനെ. ഒപ്പം സുധാകരനോടൊപ്പം സഞ്ചരിച്ച് രാഷ്ട്രീയ കളരിപ്പയറ്റുകൾ പഠിച്ച C രഘുനാഥൻ NDയുടെ കാൻഡിഡേറ്റായും നമുക്കൊപ്പം എത്തുന്നു. നോക്കാം, ഈ തെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് തുല്യ ശക്തികളും ഏറ്റുമുട്ടുമ്പോൾ ആർക്ക് ഒപ്പമായിരിക്കും കണ്ണൂരിലെ വോട്ടർമാർ? ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നു UDFിൽ നിന്നും റിജിൽ മാക്കുറ്റി, NDയെ പ്രതിനിധീകരിച്ച് ബിജു ഇളക്കുഴി, LDFിനെ പ്രതിനിധീകരിച്ച് M വിജിൻ എന്നിവരാണ്. ആദ്യം നേരിട്ട് റിജിൽ മാക്കുറ്റി. ഇത്തവണ കെ സുധാകരന് ഈ മണ്ഡലത്തിൽ പരാജയപ്പെടുത്താൻ UDF പല തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ UDFിലെ കെ സുധാകരനെ പരാജയപ്പെടുത്താൻ LDF പല തന്ത്രങ്ങളും പയറ്റുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പൗരത്വ നിയമ ഭേദഗതി അടക്കം ന്യൂനപക്ഷ വിഷയങ്ങളിൽ കോൺഗ്രസിന് താല്പര്യമില്ലെന്നും ഈ തിരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ സിറ്റിംഗ് MP മണ്ഡലത്തിന് ചെയ്തതും ഒക്കെ കണക്കുകൂട്ടിയുള്ളൊരു മിക്സഡ് പ്രതികരണമാണ്. എന്താണ് കെ സുധാകരൻ്റെ പ്ലസ് പോയിന്റ്? കെ സുധാകരൻ കഴിഞ്ഞ തവണ ജയിച്ചതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും ഇന്ത്യൻ പാർലമെന്റകത്തേക്ക് കടന്നു പോകുമെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. ആ രൂപത്തിലുള്ള രാഷ്ട്രീയ അനുകൂല കാലാവസ്ഥയാണ് രാജ്യത്തെ ഭരിക്കുന്ന സർക്കാരിനെതിരായും കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരായും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വളരെ കൃത്യമായ രൂപത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റമാണ് ഞങ്ങൾ ഈ കണ്ണൂർ പാർലമെൻറ്റ് നടത്തുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ആ ആത്മവിശ്വാസം ഓരോ ദിവസവും ഞങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ വർധനവിലേക്ക് മാത്രമാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്ന വിഷയമല്ല. കൃത്യമായ നിലപാട് എല്ലാ വിഷയത്തിലുമുണ്ട്. ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ആ നിലപാട് ആദ്യം പറഞ്ഞപ്പോൾ അത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അത് ചവിട്ടിക്കൂട്ടി അറബിക്കടലിൽ ചാഴ്ത്തുമെന്ന് പറഞ്ഞത് കണ്ണൂരിൻ്റെ MPയും KPCC അധ്യക്ഷനായ കെ സുധാകരനാണ്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ക്ലാരിറ്റി. അത് തന്നെയാണ് രാജ്യത്ത് കോൺഗ്രസ് ഉയർത്തുന്ന നിലപാട്. അതിനകത്തൊന്നും ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം വികസനവുമായി ബന്ധപ്പെട്ട് 188 കോടി രൂപയുടെ വികസനം 5 വർഷക്കാലം കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കൃത്യമായ രേഖകൾ ഞങ്ങളുടെ സമർപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ശ്രീ കെ സുധാകരൻ എടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടും അദ്ദേഹം ഈ കണ്ണൂരിൻ്റെ മണ്ണിൽ പടവെട്ടി പോരാടിയാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടക്കകത്ത് പോലും കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിന് അദ്ദേഹം വിജയിച്ച് കയറിയെങ്കിൽ സ്വാഭാവികമായി ഇവിടെയുള്ള സാധാരണക്കാരെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ആ കമ്മ്യൂണിസ്റ്റുകാരോട് ഉൾപ്പെടെയുള്ള ആളുകളുടെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കൂ, കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശബരിമല ഒരു വിഷയമായിരുന്നു. രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണമുണ്ടായിരുന്നു. മൂന്നാമത്തത് ഈ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും വധമടക്കം കണ്ണൂർ മണ്ഡലത്തിലും ചർച്ച ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് KPCC പ്രസിഡന്റായിരുന്ന കെ സുധാകരൻ ലോക്സഭയിലേക്ക് പോകുന്നത്. പക്ഷേ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുവെന്നേ ഉള്ളൂ. പക്ഷേ 2019 ആ തരംഗമുണ്ടോ എന്ന് സംശയമാണ്. ശബരിമല ഇന്നിപ്പോൾ ഒരു വിഷയമല്ല. കൃപേഷ് ശരത്ലാലിന് പകരം പാനൂർ സ്ഫോടന കേസുണ്ടാവാം. പക്ഷേ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിലൊരു പ്രധാനപ്പെട്ട വിഷയമാകുമോ? തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ മത്സരം ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണി 28 പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചുകൊണ്ട് രാജ്യത്തെ സംഘപരിവാറിനും BJPയെ പരാജയപ്പെടുത്താനുള്ള വലിയ പോരാട്ടത്തിലാണ്. വലിയ കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ പ്രചാരവേലകളും PR വർക്കിൻ്റെ പ്രചാരവേലകളും അപ്പുറത്തേക്ക് BJPക്ക് അവരുടെ ഹൃദയമിടിക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് സംബന്ധിച്ച് തർക്കമില്ല. ഇന്ത്യ മുന്നണി രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നുള്ളത് കേരളത്തിലും ഇന്ത്യയിലെ ജനങ്ങൾ വളരെ ആത്മവിശ്വാസത്തോട് മുമ്പോട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഈ നാട്ടിലെ BJPക്കെതിരായി സംഘപരിവാറിനെതിരായി അതിശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടാകും. അതോടൊപ്പം ഞാൻ
പറഞ്ഞതുപോലെ പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള നെറികേടുകൾക്കെതിരെയും അക്രമ രാഷ്ട്രീയത്തിനെതിരെയും ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കുന്ന തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറും. അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. എം വിജിൻ, ഇന്ത്യ മുന്നണിയെ നിയന്ത്രിക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിലെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി നേരിടുന്നത്. പക്ഷേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കണ്ണൂരിന്റെ മനസ്സ് സുധാകരനോടൊപ്പമാണ്. സുധാകരൻ ഈ മണ്ഡലത്തിൽ ഇത്തവണ തന്റെ സ്ഥാനം ഒഴിഞ്ഞു പോകാൻ തയ്യാറായിട്ടും സുധാകരനെ മണ്ഡലത്തിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ഈ മണ്ഡലത്തിലെ വോട്ടർമാർ. എന്ന് പറഞ്ഞാൽ കണ്ണൂർ സുധാകരനോടൊപ്പമാണ് മനസ്സുകൊണ്ട്, വൈകാരികമായി, രാഷ്ട്രീയമായി. നിങ്ങൾ എങ്ങനെ നേരിടും കെ സുധാകരൻ എന്ന ഈ കരുത്തനെ? അല്ല, അദ്ദേഹം എന്തുകൊണ്ട് വീണ്ടും കണ്ണൂരിൽ മത്സരിച്ചു എന്നതിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്ത് തന്നെയുള്ള തർക്കം ഇതുവരെ തീർന്നിട്ടില്ല. കാരണം ആ തർക്കത്തിൻ്റെ ഒരു പരിഹാരം എന്ന രീതിയിൽ കൂടിയാണ്. കാരണം സ്ഥാനാർത്ഥിയാകുന്നതിന് ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ചൊരു കാര്യമുണ്ട്, ഞാൻ അധികമൊന്നും ചെയ്തിട്ടില്ല, വീഡിയോ ഉൾപ്പെടെ മാധ്യമങ്ങൾ വന്നിട്ട് ഞാൻ അധികമൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഞാനൊന്ന് ഒരു വിടവാങ്ങലിൻ്റെ ഒരു ഘട്ടം, അത് സത്യസന്ധതയായി നമുക്ക് കാണാൻ പറ്റില്ല. ഒരു MP എന്ന രീതിയിൽ ഒരു ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൻ്റെ MP ആയി ജനകീയ പ്രവർത്തനങ്ങൾ, വികസന പദ്ധതി നടത്തുക എന്നത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമാണ്. ഞാനൊരു ജനപ്രതിനിധിയാണ്. എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഞാൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു എന്ന് തുറന്ന് പറയാൻ പറ്റണ്ടേ? അതല്ലേ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്, അതല്ലേ രാഷ്ട്രീയമായ മാന്യത എന്ന് നാം പറയേണ്ടത്. ഇവിടെ തുടക്കത്തിൽ ശ്രീ റിജിൽ മാക്കുറ്റി പറയുണ്ടായി അദ്ദേഹത്തിൻ്റെ വികസനം സംബന്ധിച്ച്. അദ്ദേഹം ഓളം എന്ന് ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. വളരെ കൃത്യമായി ഫാക്ട് വെച്ച് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഇതാ പാർലമെൻറ്റിൽ തന്നെ കണക്കെടുത്ത് പരിശോധിക്കുക. ഇന്ത്യൻ പാർലമെൻറ്റിൽ റിപ്പോർട്ടർ ചാനൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ കേരളത്തിൽ 20 ലോക്സഭാ MP-മാരെ കുറിച്ച് ഒരു റിവ്യൂ കൊടുക്കുകയുണ്ടായി. ആ റിവ്യൂവിൽ റിപ്പോർട്ടർ ചാനൽ തന്നെ ഉപയോഗിച്ച ഒരു പ്രയോഗമെന്ന് പറയുന്നത് ഇതുവരെ വന്നതിൽ ഏറ്റവും മോശം പെർഫോമൻസ് ഉള്ള ഒരു MP ആണ് കണ്ണൂരിൻ്റെ MP എന്ന നിലയിലാണ്. അദ്ദേഹത്തിൻ്റെ ഹാജർ എന്ന് പറയുന്നത് 50%. ഞാനതിനെ കമ്പയർ ചെയ്ത് വല്ലാതെ പോകുന്നില്ല, നമുക്ക് ചർച്ചയുടെ മറ്റു ഘട്ടത്തിൽ വരുമായിരിക്കും. ശ്രീമതി ടീച്ചർ ഹാജർ നില 77% ടീച്ചറുടെ 5 വർഷം. 2103 കോടിയുടെ വികസന പദ്ധതികൾ ഈ മണ്ഡലത്തിൽ നടന്നു. ഞാൻ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല, താരതമ്യം ചെയ്യാം. അതുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരു സെൻട്രൽ റോഡ് ഫണ്ട് പോലും ഈ മണ്ഡലത്തിൽ എത്തിക്കാൻ പറ്റാത്ത, ഒരു വികസനവും ഈ മണ്ഡലത്തിൽ നടത്താത്ത, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഡിബേറ്റിന് പോലും, ബജറ്റ് ഡിബേറ്റിൽ പോലും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാത്ത, 50% ഹാജറുള്ള ഒരു ജനപ്രതിനിധിയാണ് കണ്ണൂരുണ്ടായത്. തീർത്തും പരാജയപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് കണ്ണൂരിലുണ്ടായത്. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ രാഷ്ട്രീയ കർമ്മങ്ങൾ കൃത്യമായി നിറവേറ്റുകയും പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമായ ധർമ്മം നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട് കെ സുധാകരൻ. പാർലമെന്റിലെ കേവലം അറ്റൻഡൻസ് കൊണ്ടല്ലല്ലോ ഒരു പ്രതിനിധിയുടെ പെർഫോമൻസിനെ നമ്മൾ അളക്കേണ്ടത്. പാർലമെന്റിനുള്ളിലുള്ള പെർഫോമൻസ് ആ രീതിയിൽ ശരാശരിയാകുമ്പോഴും പുറത്ത് അദ്ദേഹം എല്ലാ ജനങ്ങൾക്കും ലഭ്യമായിട്ടുണ്ട്. ജനങ്ങൾക്ക് അദ്ദേഹത്തിന് അടുത്തു പോകാം, ജനങ്ങളുമായി അദ്ദേഹം സംവദിക്കുന്നുണ്ട്. അദ്ദേഹം ചികിത്സയ്ക്ക് പോയ നാളൊഴിച്ചാൽ അദ്ദേഹം നോക്കൂ ജനങ്ങൾക്കിടയിൽ ജീവിച്ചൊരു നേതാവാണ്. അല്ല, അത് അങ്ങനെ പറയുമ്പോൾ രാഷ്ട്രീയം നടത്തുന്ന ഓരോരുത്തരുടെ ഉത്തരവാദിത്തം അതല്ലേ ജനങ്ങളുടെ ഇടയിൽ പ്രസിഡന്റ് കൂടി. ഇവിടെ കൃത്യമായി നാം പരിശോധിക്കേണ്ടത് ഈ സ്ഥാനാർത്ഥി എന്ന രീതി അദ്ദേഹം വീണ്ടും വരുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ നാടിന് എന്ത് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ജനങ്ങൾക്കിടയിലുണ്ടായി, രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം ജനങ്ങൾക്കിടയിലുള്ളവരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ MV ജയരാജൻ, അദ്ദേഹം പൂർണ്ണമായും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരാളാണ്. ജനങ്ങൾക്കിടയിൽ ജനകീയമായി ഇടപെട്ട ഒരാളാണ്. MLA എന്ന നിലയിൽ തൻ്റെ കരുത്ത് തെളിയിച്ച ആളാണ്. അദ്ദേഹം ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തീർച്ചയായും ഒരു വലിയ വികസന കുതിപ്പിലേക്ക്, അതായത് ശ്രീമതി ടീച്ചർക്ക് ശേഷം ആ തുടർച്ചയുണ്ടാക്കാൻ ശ്രീ MV ജയരാജനിലൂടെ കണ്ണൂരിന് സാധിക്കും. എല്ലാവരും ജനങ്ങൾക്കിടയിലുള്ളവരാണ്. പക്ഷേ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനുള്ള പോരായ്മയും പരാജയവുമാണ് തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ചർച്ച ചെയ്യുക. അപ്പോൾ ഈ മണ്ഡലത്തിൽ MP-യുടെ പെർഫോമൻസ് ആണ് എന്നതാണ് LDFും UDFും ഇപ്പോൾ പ്രധാനപ്പെട്ട അവകാശവാദമായി ഉന്നയിക്കുന്നത്. പക്ഷേ NDA നിങ്ങൾ സ്ഥാനാർത്ഥിയായി നിങ്ങളോടൊപ്പം BJPയുടെ കളരിയിൽ പഠിച്ച് ഈ ദീൻദയാൽ ഉപാധ്യായയുടെ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ടുവരുന്നൊരു നേതാവിനെ നിർത്തുന്നതിന് പകരം കോൺഗ്രസിൽ നടത്തിയെടുത്ത നേതാവിനെ, ലീഗിൽ നടത്തിയെടുത്ത നേതാക്കളെയൊക്കെ നിങ്ങൾ ഈ ചുളുവിന് നിങ്ങൾ ഈ സ്ഥാനാർത്ഥിയാക്കുന്നതിന്റെ രാഷ്ട്രീയ ഉദ്ദേശം ഇവിടുത്തെ വോട്ടർമാർക്ക് ബോധ്യമാവില്ലേ? അവർ എന്തുകൊണ്ട് രഘുനാഥിന് വോട്ട് ചെയ്യണം? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു രാഷ്ട്രീയ ചർച്ചയിൽ സ്വാഭാവികമായും മുഴങ്ങിക്കേൾക്കേണ്ടത് കണ്ണൂരിലെ ജനപ്രതിനിധിയുടെ പെർഫോമൻസ് തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച 50% മാത്രമാണ് ഒരു MP-യുടെ ലോകസഭയിലെ ഹാജർ. ലോകസഭയിൽ നടക്കുന്ന ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുക്കണ്ടേ?
അതിൽ അദ്ദേഹം 19 ചർച്ചകളാണ്, വെറും 19 ചർച്ചകളിൽ മാത്രമാണ് കണ്ണൂരിലെ MP പങ്കെടുത്തത്. നമുക്കറിയാം, ഇന്ത്യയിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നപ്പോൾ വികസനത്തിൻ്റെ വിപ്ലവമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗുണഫലം കണ്ണൂരിലും ലഭിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ MP പറയട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടി പറയട്ടെ, ഞങ്ങളിതാ 5 വർഷക്കാലമായിട്ട് ഇവിടെ ജനപ്രതിനിധിയായിട്ട് കണ്ണൂരിൽ ഇന്ന വികസനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ മാതൃകയാണ് എന്ന് പറയാൻ UDFൻ്റെ പ്രതിനിധിക്ക് സാധിക്കുമോ? കണ്ണൂർ എന്ന് പറഞ്ഞാൽ അവികസിതാവസ്ഥ പേറുന്ന ഒരു നിയോജക മണ്ഡലമാണ് കണ്ണൂർ. ആ കണ്ണൂരിൽ എടുത്തു പറയേണ്ട ഒരു വികസനമില്ല. നമുക്കറിയാം, കർഷകരുടെ വേദന അനുഭവിക്കുന്ന ഒരു ജില്ലയാണ്. എത്ര കശുവണ്ടി കർഷകർ, നെൽ കർഷകർ, അതുപോലെ തന്നെ തെങ്ങ് കർഷകർ, ഈ കർഷകർക്കെല്ലാം തന്നെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് നിലപാടെടുക്കാൻ ഇവിടുത്തെ MPക്ക് സാധിച്ചിട്ടുണ്ട്? ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ MPക്ക് സാധിച്ചിട്ടുണ്ടോ? നേരെ മറിച്ച് എടുത്തു നോക്കുന്ന സമയം നിങ്ങൾ ഒന്ന് ഇവിടുത്തെ LDF ഭരണത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. 2 ഇവിടെ UDF ജയിച്ചപ്പോഴും അതുപോലെ തന്നെ LDF ഭരണത്തിലും പിണറായി വിജയൻ്റെ ഭരണത്തിലും ജനദുരിതം അനുഭവിക്കുകയാണ്. ഈ 2 മുന്നണികൾക്ക് ഇടയിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട്, NDAക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഈ പ്രാവശ്യം ഈ നാട്ടിലെ ചോദ്യം എന്തിന് ഇത്തവണ ഈ രഘുനാഥിനെ പാർലമെന്റിലേക്ക് അയക്കണം? BJP സ്ഥാനാർത്ഥിയെ കണ്ണൂർ അയക്കണം? സിംഗിൾ ആയിട്ട് ഒറ്റ വാചകത്തിൽ പറയൂ. ഈ രാജ്യത്തിനകത്ത് വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം എന്ന് ഞാൻ പറഞ്ഞു. സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് കൃഷി സമ്മാൻ നിധി എന്ന പേരിൽ 16 ഗഡുക്കളായിട്ട് 32,000 രൂപ സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് ലഭിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം ആളുകൾക്ക്? ഈ കേരളത്തിൽ മാത്രം അതിന് എത്ര ലക്ഷം? വേണ്ട, ഞാനൊരു കണക്ക് പറയാം. 62 ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. മാസം 1,600 വെച്ച്. ഒരു മാസം 1,600, 2 മാസം 3,200, 4 മാസമാകുമ്പോൾ 6,400. 4 മാസം കൊണ്ട് ഈ കണക്ക് തീർന്നു സാമൂഹ്യ പെൻഷൻ. അതാണ് നിങ്ങൾ ഒരു വർഷം കൊണ്ട് വളരെ ചുരുങ്ങിയ കർഷകർക്ക് കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നത്. ചുരുങ്ങിയതല്ല, 1 കോടിയോളം കർഷകർക്ക് ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിലല്ലേ? 1 കോടി ഇന്ത്യയിലല്ലേ? കേരളത്തിൽ 1 കോടി കർഷകരില്ല. ലക്ഷക്കണക്കിന് ഇന്ത്യയിലെ കർഷകരാണെങ്കിൽ സാർ, 1 കോടി ഇന്ത്യയിലെ കർഷകരാണെങ്കിൽ കേരളത്തിൽ വരുമ്പോൾ അതിന്റെ കണക്ക് എത്രയാണെന്ന് താങ്കൾ തന്നെ പറയൂ. നമ്മൾ സാധാരണ പെൻഷൻ വാങ്ങുന്നത്, കേന്ദ്രത്തിന് വിഹിതം കിട്ടുന്നത് കേവലം 6 ലക്ഷം ആളുകൾക്കാണ്. ആ 6 ലക്ഷം ആളുകൾക്ക് 6,000 രൂപ ഒരു വർഷം കൊടുത്ത കണക്കാണോ മോദി സർക്കാരിന്റെ വലിയ നേട്ടം? അത് മാത്രമാണോ? പിന്നെ ഇവിടുത്തെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള നേരത്തെ യൂറിയ എന്ന് പറയുന്നത് വളം, അത് ഈ നാട്ടിലെ കർഷകർക്ക് ഒരു കാലത്ത് ലഭിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? അതിലേക്ക് വരാം. അല്ല, അപ്പൊ താങ്കൾ പറയുന്നത് മോദിയുടെ രാഷ്ട്ര വികസനത്തിന് വേണ്ടി വോട്ട് കൊടുക്കണം എന്നതാണ് താങ്കൾ പറയുന്നത്. പക്ഷെ എന്നെ നേരിട്ടുള്ള ചോദ്യം ഇതായിരുന്നു, എന്താണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം? പട്ടിണിയിൽ നമ്മുടെ ഇൻഡെക്സ് 55 110 താഴോട്ട് പോയേ. ജനാധിപത്യത്തിന്റെ ഇൻഡെക്സ് നമ്മൾ 161 പോയേ. മീഡിയ ലിംഗസമത്വത്തിന്റെ കാര്യത്തിൽ 131 പോയേ. അപ്പോൾ എവിടെയാണ് സാർ? അല്ല, നിങ്ങൾക്ക് ഇതൊക്കെ പറയാം, പക്ഷെ ഞങ്ങൾ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് പറയൂ. അങ്ങനെ പറയൂ. യാഥാർത്ഥ്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശരി, ഞാൻ അതിലേക്ക് വരാം. റുജിൽ മാക്കുറ്റി, നോക്കൂ, ഈ മണ്ഡലത്തിലെ MPയുടെ പെർഫോമൻസ് ആണ് വിലയിരുത്തുന്നതെങ്കിൽ LDFന് ഇത്തവണ മേൽക്കൈ ഉണ്ടാവും എന്നതാണ് വിജിൻ പറയുന്നത്. കാരണം ഈ സിറ്റിംഗ് MPയുടെ അറ്റൻഡൻസ് 51%. അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പെർഫോമൻസ് അത്യന്തം ദയനീയമാണെന്ന് വിജിൻ പറയുന്നു. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഇപ്പൊ കെ സുധാകരനെതിരായിട്ടുള്ള ആരോപണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ സ്വാഭാവികമായും LDFന്റെ ഭാഗത്തുനിന്ന് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. വളരെ കൃത്യമായി, പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷ MP എന്ന നിലയിൽ. ഇപ്പൊ ശ്രീമതി ടീച്ചർ UP ഭരിക്കുമ്പോഴാണ് MP ആയത്. അന്ന് കേരളത്തോടോ അല്ലെങ്കിൽ രാജ്യത്തെ MPമാരെ കമ്പാർട്ട്മെന്റുകളായി തിരിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇവിടെ ഈ രാജ്യത്തിനകത്ത് ഭരിക്കുന്ന ഒരു ഭരണകൂടം പ്രതിപക്ഷ MPമാരോട് എങ്ങനെയാണ് നിലപാട് സ്വീകരിക്കുന്നത് നമുക്കറിയാം. ആ ഘട്ടത്തിൽ പോലും 188.01 കോടി രൂപയുടെ പദ്ധതി ഈ കണ്ണൂരിനകത്ത് കൊണ്ടുവന്ന MPയാണ് ശ്രീ കെ സുധാകരൻ. വളരെ കൃത്യമായി കഴിഞ്ഞ തവണ ശ്രീമതി ടീച്ചർ ചെലവാക്കാത്ത 1,44 ലക്ഷം രൂപ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായ രേഖയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. പിന്നെ ഇതിനേക്കാളും അപ്പുറമുള്ള ആരോപണങ്ങളൊക്കെ കെ സുധാകരൻ അതിജീവിച്ച് വന്നതാണ്.
കടല് കണ്ടിട്ട് പേടിച്ചില്ല, കൈത്തോട് കാണിച്ച് പേടിപ്പിക്കുന്നു പറഞ്ഞതുപോലെ ഈ CPM-ന്റെ പോരാട്ടത്തിനകത്തും അവരുടെ അക്രമത്തിനും എല്ലാം അതിജീവിച്ച് കണ്ണൂർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അദ്ദേഹത്തെ കണ്ണൂരിലെ ജനത 100,000-ഓളം വോട്ടിന് തിരഞ്ഞെടുത്തെങ്കിൽ അതേ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ഇവിടെ നിൽക്കാൻ പോകുന്നത് ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ BJP-യുമായി ബന്ധപ്പെട്ട് BJP CPM പറയുന്ന ആരോപണമാണ് പറയുന്നത്. പക്ഷേ എന്തിനാണ് BJP-ക്ക് വോട്ട് ചെയ്യുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. കർഷകർക്ക് വേണ്ടിയാണ് ഇവർ വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ രാജ്യത്തെ കർഷകരെ ഇതുപോലെ കൊന്നൊടുക്കിയ സർക്കാർ രാജ്യത്തുണ്ടായിട്ടുണ്ടോ? കർഷകർക്ക് വെടിയുണ്ടകളും അതോടൊപ്പം ഗ്രനേഡുകളും സമരം ചെയ്യുന്നവരെ മുള്ളാണി കൊണ്ടും നേരിട്ടവരല്ലേ മോദി സർക്കാർ? ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോൾ 72,000 കോടി രൂപ ഈ രാജ്യത്തെ പാവപ്പെട്ട കർഷകർക്ക് അവിടെ കാർഷികം എഴുതി തള്ളി മുമ്പോട്ട് പോകുമ്പോൾ അദാനിക്ക് വേണ്ടി LIC-യിൽ നിന്ന് 77,000 കോടി രൂപ അനുവദിച്ചവരാണ് BJP-യുടെ ആളുകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5,000 കോടി രൂപയാണ് ആർക്ക്? അദാനിക്ക് അനുവദിച്ചു കൊടുത്തത്. കൊറോണ വന്ന് കഷ്ടപ്പെട്ട കർഷകന്മാരുടെ വിലാപങ്ങളും വേദനകളും കേൾക്കാൻ, രാജ്യം ഭരിക്കുന്ന കർഷകരുടെ വിലാപങ്ങൾ കേൾക്കാൻ ഈ രാജ്യത്തെ സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കർഷകർക്കെതിരെ ഏറ്റവും കൂടുതൽ നിലപാടെടുത്തവർ ആ കർഷകർ തന്നെയായിരിക്കും ഈ രാജ്യത്തിനകത്ത് BJP-ക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക. ശരി, സമ്മതിച്ചു. അപ്പോഴും ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ കെ സുധാകരൻ എടുക്കുന്ന നിലപാടുകളിൽ അവിശ്വാസം പുലർത്തുന്നുണ്ട്, വിശ്വാസമില്ല എന്നാണ് LDF പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം, ഇനി പൗരത്വ വിഷയത്തിലടക്കം എന്താണ് UDF MP-ക്ക് വോട്ട് കൊടുത്താൽ ന്യൂനപക്ഷങ്ങൾക്ക് വിശ്വാസം കുറയാനുള്ള കാരണം എന്നതാണ് ചോദിക്കുന്നത് LDF. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ ആ നിയമം വന്നപ്പോൾ ആദ്യം നിലപാട് പറഞ്ഞ നേതാവ് കെ സുധാകരനാണ്. അതിനപ്പുറത്തേക്ക് ഈ നിയമം ഇന്ത്യ രാജ്യത്തിനകത്ത് ഇന്ത്യ മുന്നണി വന്നാൽ അത് വലിച്ച് എടുത്ത് അത് ചവിട്ടിക്കൂട്ടി അത് അറബിക്കടലിൽ എടുത്ത് ചാടുമെന്ന് പറഞ്ഞ നേതാവിന്റെ ക്ലാരിറ്റിക്ക് അപ്പുറത്ത് എന്ത് ക്ലാരിറ്റിയാണ്? ആ ക്ലാരിറ്റിക്ക് അപ്പുറത്ത് എന്ത് ക്ലാരിറ്റിയാണ് ശ്രീ വിജയൻ വേണ്ടത്? അതായത് ഈ നിയമത്തിനെതിരെ ശക്തമായി പാർലമെന്റിൽ പോരാടിയ UDF നേതാക്കൾക്കൊപ്പം കെ സുധാകരനുണ്ട്. കെ സുധാകരന്റെ ഒരു നോയുണ്ട്. അത് CA വിഷയം പാസ്സാക്കപ്പെടുന്ന സമയത്ത് ലോക്സഭയിൽ അദ്ദേഹം കൂടി ഈ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. പക്ഷെ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഈ കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അന്ന് ഭേദഗതിക്കെതിരെ വോട്ട് ചെയ്തില്ല എന്നാണ്. പിന്നീട് അത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു വിജയൻ. അല്ല, ഇവിടെ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യത്തിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വേണം. ടീച്ചർ UP-യുടെ കാലത്ത് മാത്രമല്ല MP ഉണ്ടായിരുന്നത്. 19 വരെ ശ്രീമതി ടീച്ചറാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന് MP. ആ കാലത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ 2,103 കോടിയുടെ വികസനം. പക്ഷേ ടീച്ചർ ടീച്ചറിന് കിട്ടിയ പണത്തിൽ 1 കോടി രൂപ ചെലവാക്കിയിട്ടില്ല. അത് ചെലവാക്കിയത് കെ സുധാകരനാണ്. അത് നാം പരിശോധിക്കേണ്ടി വരും. എന്തുകൊണ്ടറിയോ? ഈ ടെൻഡർ സേവിങ്സോ മറ്റു കാര്യങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ടും അടുത്ത MP-യുടെ എമൗണ്ടിലേക്ക് കൃത്യമായി കാര്യങ്ങൾ വരും. ആ രീതിയിലല്ലാതെ മറ്റൊരു തരത്തിലും ടീച്ചർ ഒരു ഫണ്ട് ഉപയോഗിക്കാതെ കണ്ട് MP സ്ഥാനത്ത് നിന്ന് വിട പറഞ്ഞിട്ടില്ല. ടീച്ചർ 5 വർഷക്കാലം പക്ഷേ എന്റെ ചോദ്യം വിജയൻ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റൻ ആണ്. നോക്കൂ, ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകേണ്ടത് CPM-ന്റെ കൂടി ഉത്തരവാദിത്വമല്ലേ? അപ്പോൾ കണ്ണൂരിൽ നിന്ന് സുധാകരൻ പോകാതെ MV ജയരാജൻ പോയാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോൺഗ്രസ് മാറുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം എടുത്ത വോട്ടർമാർ ചിന്തിക്കില്ലേ? അല്ല, ഇവിടെ നമ്മളതിൽ വളരെ ഗൗരവത്തോടുകൂടി ഇപ്പൊ പൗരത്വ ഭേദഗതി വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യാണ്. ആ നിയമം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനെ സംബന്ധിച്ച് ഇവിടെ ശ്രീ റിജിൽ മാക്കുറ്റി അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ കോൺഗ്രസിന്റെ പൊതുനയം എന്താ? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് വിജ്ഞാപനം വന്നത്. വിജ്ഞാപനം വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനോട്, അധ്യക്ഷനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ശ്രീ ഖാർഗെയോട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ഗവൺമെന്റ് വന്നാൽ നിങ്ങൾ ഇത് മാറ്റുമോ? ഈ നിയമം റദ്ദാക്കുമോ? നിങ്ങൾ ആ രീതിയിൽ ഇടപെടുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? ഞങ്ങൾ ആലോചിച്ച് രാത്രി പറയാം. എന്തിന്? കടലിനോട് ഉപ്പുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയല്ലേ? അല്ല, കടലിനോട് ഉപ്പ് വെള്ളമാണോ? അല്ലല്ല, പാസ്സാക്കുന്ന സമയത്ത് മാനിഫെസ്റ്റോയെ കുറിച്ച് മാനിഫെസ്റ്റോയിൽ പൗരത്വമില്ല. എല്ലാ കരിനിയമങ്ങളും ഒഴിവാക്കുന്ന നിലപാട് പറഞ്ഞില്ല. ആ നിയമങ്ങൾ പൗരത്വം ഉൾപ്പെടെ നിയമമാണ്. അത് ഉൾപ്പെടെ ആ പൗരത്വം എഴുതാൻ ഭയന്നു എന്നതാണ് ഞാൻ ഒരു കാര്യം ഒരു ചോദ്യം പന്തയം വെച്ചതുപോലെ നിങ്ങൾ എവിടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? നിങ്ങൾക്ക് എന്ത് ചുക്ക ചെയ്യാൻ സാധിക്കും? കോൺഗ്രസ് എവിടെയുള്ളത്? എവിടെയാ കോൺഗ്രസ്? അതാണ് പശ്ചിമ മെമ്പർ പാർട്ടിയാണ് എന്ന് പറഞ്ഞത്. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ മെമ്പർ മാത്രമല്ല വിജയൻ, മാത്രമല്ല റിജിൽ, ഇന്നിപ്പോ ത്രിപുരയിൽ എന്താ സംഭവിച്ചത്?
ത്രിപുരയിലെ മണിക് സർക്കാർ തൻ്റെ അടുത്തിരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും അവിടുത്തെ KPCC അധ്യക്ഷനും കൈപിടിച്ചുകൊണ്ട് പറഞ്ഞത് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് കൊടുത്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞത് CPM-ന്റെ മുഖ്യമന്ത്രിയാണ് ത്രിപുരയിൽ, മണിക് സർക്കാർ. അല്ല, ഇവിടെ ഒരു കാര്യം ഞാൻ എന്റെ വാദം പൂർത്തീകരിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞോളൂ. ഞാൻ വരാം. അദ്ദേഹം അതിനിടയിൽ കയറി ശബ്ദം ഉണ്ടാക്കിയത് കൊണ്ടാണ്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഒരു ഒളിച്ചുകളിയുണ്ട്, നിഷേധിക്കാൻ പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ പ്രകടന പത്രികയിലേക്ക് കൂടി ഞാൻ പറയാം. ഒരു ഉദാഹരണം കൂടി പറയാം. കാസർഗോഡത്തെ ഇപ്പോഴത്തെ MP, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോ എന്തേ ഒഴിഞ്ഞു മാറി, എന്തേ ബാലിശമാണെന്ന് പറഞ്ഞു. ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകൻ എന്തേ വർഗീയവാദി എന്ന് പറയുന്നു. CPIM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഏത് അവസാനത്തെ ബ്രാഞ്ച് സെക്രട്ടറിയോട് നിലപാട് ചോദിച്ചാലും അപ്പോൾ പറയും ഇതിനെതിരായി ഞങ്ങൾ തെരുവിലിറങ്ങി ശബ്ദം ശക്തമായി ഉയർത്തിപ്പിടിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ എനിക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ഏതെങ്കിലും തരത്തിൽ CA വിഷയത്തിൽ പിന്മാറിയാൽ ആ പാർട്ടിയോട് ഞാൻ സമരം ചെയ്യുമെന്നാണ് രാജ്മോഹൻ. അങ്ങനെയുള്ള ഒരാൾക്ക്, ഇന്ന് അങ്ങയോട് ഈ നിലപാടെടുക്കുന്ന ഒരാൾക്ക് ഒരാഴ്ച മുന്നേ നടന്ന പത്രസമ്മേളനത്തിൽ ശക്തമായി എന്തേ നിലപാട് പറയാൻ പൗരത്വത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് സുവ്യക്തമല്ലേ വിജിൻ? അത് ഇനിയും ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ച് നിങ്ങൾ ഉത്തരേന്ത്യയിൽ ഈ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കേണ്ടതുണ്ടോ? അല്ലെ, വളരെ വ്യക്തമായി ചോദിക്കേണ്ട ചോദ്യമല്ലേ ഞാൻ 2019 ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി പാർലമെന്റിലില്ല. ഇന്ത്യയിൽ ഇത്രയും ഗൗരവമായ വിഷയം നടക്കും, അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിലേക്ക് വന്നിട്ടേ ഇല്ല, ഇന്ത്യയിലേ ഇല്ല. ഗൗരവമായ വിഷയം ചർച്ച ചെയ്യും, അദ്ദേഹം വരണ്ടേ? ഞാൻ പൂർത്തീകരിക്കട്ടെ. ഇത് നിലപാട് പറയാൻ മടിയുണ്ട്. പ്രകടന പത്രിക പറഞ്ഞില്ലേ, ആ പ്രകടന പത്രികയിൽ ആർട്ടിക്കിൾ 14 കുറിച്ച് മിണ്ടാൻ എന്തേ കോൺഗ്രസിന് ഭയം? ഈ പ്രകടന പത്രിക അങ്ങനെയാണ് പറയേണ്ടത്. ഞങ്ങൾ വന്നാൽ റദ്ദ് ചെയ്യുമെന്ന് നിരവധി കാര്യങ്ങൾ റദ്ദ് ചെയ്യുമെന്ന് പ്രകടന പത്രിക പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ വന്നാൽ റദ്ദ് ചെയ്യും. ആർട്ടിക്കിൾ 14 കുറിച്ച് പ്രകടന പത്രികയിൽ പറയാൻ എന്തേ കോൺഗ്രസിന് ഭയം? അതാണ് പ്രധാനപ്പെട്ട ആരോപണം. ആര് പോകണം പാർലമെന്റിൽ? കണ്ണൂരിന്റെ രാഷ്ട്രീയ മനസ്സ് നേരത്തെ ഒരു ചാനലിൽ ഞാൻ വ്യക്തമാക്കിയതാണ്. അതിപ്പം നിങ്ങളെ ചോദ്യത്തിന് വീണ്ടും പറയേണ്ട ഒരു അവസ്ഥ ഞാൻ വന്ന് ചേർന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് നിങ്ങൾ ചോദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ്, പൊതുവിഷയമാണ് ചോദിക്കാനുള്ളത്. അത് ചോദിച്ചോട്ടെ, അത് പറഞ്ഞോട്ടെ. ചേട്ടാ ആലോചിക്കൂ, അപ്പോഴേക്ക് പറയാം. ചേട്ടാ പറഞ്ഞു, എന്താ മറുപടി ഉണ്ടോ? ഓക്കെ, ചോദിച്ചോളൂ. എനിക്ക് ചോദിക്കാനുള്ളത് റിജിൽ മാർക്കറ്റിയോടാണ്. ഇവിടെ MP ആയിട്ട് മത്സരിക്കുന്നത് K സുധാകരനാണ്. ഈ സുധാകരൻ മത്സരിക്കുമ്പോൾ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞ സുധാകരനെ എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞ സുധാകരൻ മസാല ദോശ കഴിക്കണം തോന്നിയാൽ ഐ വിൽ ഗോ ആൻഡ് ഈറ്റ് മസാല ദോശ, അത്രയല്ലേ ഉള്ളൂ. അതെന്താ പ്രശ്നം? അത് പോകുമെന്നുള്ള ഉറപ്പാണ് BJP-യിലേക്ക്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് എങ്ങനെയാണ്. ഇതുവരെ K സുധാകരൻ പോയില്ലല്ലോ. BJP എടുത്ത നിലപാടുകൾക്ക് K സുധാകരൻ ശക്തമായി പ്രതിരോധിച്ചില്ലേ? പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അരുൺകുമാർ ചോദിച്ചു മസാല ദോശ കഴിക്കാൻ തോന്നിയാൽ കഴിക്കില്ലേന്ന്. അപ്പൊ കഴിക്കും. അപ്പൊ പോകുമെന്ന് തോന്നിയാൽ പോകൂലേ? അദ്ദേഹത്തിന് മസാല ദോശ ഇഷ്ടമല്ല എന്ന് പോകുമെന്ന് പറഞ്ഞാൽ പോകുമെന്നാണോ? അപ്പൊ എങ്ങനെയാണ് ഈ കണ്ണൂരിലെ ജനങ്ങൾ സുധാകരന് വോട്ട് ചെയ്യുക? കണ്ണൂരിൽ എന്തായാലും K സുധാകരൻ തന്നെ ജയിക്കാതെ ഉറപ്പാണ്, അതിന് ഒരു സംശയവുമില്ല. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? പ്രിയപ്പെട്ട LDF പ്രതിനിധിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ AK ബാലൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചിഹ്നം നിലനിർത്താനാണോ മത്സരിക്കുന്നത്, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ മതേതര ശക്തിയായി വളർന്നു വരാനാണോ? നിങ്ങൾ ഇവിടുന്ന് ജയിച്ചു പോയാൽ നിങ്ങളുടെ പുറത്ത് സംസ്ഥാനത്തൊക്കെ ചിത്രത്തിൽ പിണറായി വിജയനെ മാറ്റി നിർത്തി നിങ്ങൾ ചേർത്ത് നിർത്തി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈവെക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും മുന്നണിക്ക് വേണ്ടി കൈവെക്കുമോ? നിങ്ങൾ പ്രകടന പത്രികയിൽ ഇറക്കി നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുമെന്ന്, നിങ്ങൾ എങ്ങനെ നടപ്പാക്കും? ഏത് മുന്നണിയുടെ ഭാഗമായി നടപ്പിലാക്കും? അവസ്ഥ ചൂഷണം ചെയ്യരുത് ബാല. ഓക്കെ, എന്താ ഇവിടുത്തെ നിലപാട് പറഞ്ഞോ? കണ്ണൂരിന്റെ വികസനം ചർച്ച ചെയ്യുന്ന ഈ വേദിയിൽ കണ്ണൂരുകാരെ വികസനത്തിന്റെ സ്വപ്നങ്ങൾ കാണിച്ചു എന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു, കണ്ണൂർ ഇന്റർനാഷണൽ വിമാനത്താവളം. 6 വർഷങ്ങൾക്ക് മുമ്പ് അത് രൂപീകരിക്കുമ്പോൾ കേവലം 9 മാസങ്ങൾ കൊണ്ട് ഏകദേശം 10 ലക്ഷം ആൾക്കാരുകൾ സഞ്ചരിച്ച ഒരു വിമാനത്താവളമാണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളത്. ഇന്നത് നഷ്ടത്തിന്റെ പടികുഴിയിലാണ്. കാരണം എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് ചുവപ്പ് നാട സമ്പ്രദായം, പോയിന്റ് ഓഫ് കോൾ പദ്ധതി കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന് നൽകിയിട്ടില്ല. നിങ്ങൾ നോക്കണം, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു സർക്കാർ എങ്ങനെയാണ് ഇന്ത്യയിൽ ഭരണം കാഴ്ചവെക്കുന്നത്? വിഭജിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നൽകുന്ന പദവികളും അതിൽ MP ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ? എന്താണ്? തീർച്ചയായും കിയാൽ മുഖേതരം പാർലമെന്റിലോ പ്രധാനമന്ത്രി ഓഫീസിലും ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിലും ഒട്ടനവധി നിവേദനങ്ങളും MP കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും K സുധാകരന്റെ ശക്തമായ ഇടപെടലുണ്ടായിരുന്നു. എന്താണ് മണ്ഡലത്തിലൊരു രാഷ്ട്രീയം? പറഞ്ഞോളൂ. CPM പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്.
ഇപ്പോൾ നമ്മുടെ സുപ്രീം കോടതിയിൽ നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടാനുണ്ട് എന്നുള്ള ഒരു പരാതി അവിടെ എത്തിച്ചിട്ടെന്ന് അറിഞ്ഞു. അതെ, അത് കേന്ദ്രം GST മുഖാന്തരം തരാനുള്ള പൈസയാണോ അതോ പിന്നെ കടമെടുക്കണം എന്നുള്ള ഒരു പൈസയാണോ ചോദിക്കുന്നത്? വെട്ടിക്കുറച്ചു, അത് വേണമെന്ന് ആവശ്യം അത് വ്യക്തമാക്കണം. പലർക്കും അത് വ്യക്തമല്ല, അത് വ്യക്തമാക്കണം. 37,000 കോടി ഈ വർഷം കടമെടുക്കും. പറഞ്ഞാട്ടെ എന്താ? എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടുമാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇലക്ഷന്റെ സമയത്ത് മാത്രം ജനാധിപത്യം എന്നുള്ള സംവിധാനം ഉണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാല് ഓരോ പാർട്ടി CPM-കാർ അവരെ ആൾക്കാർക്ക് ജോലി കൊടുക്കുള്ളൂ, BJP-കാർ അവർക്ക്, കോൺഗ്രസ്കാർ അവർക്ക്, അങ്ങനെ മാത്രമേ കൊടുക്കുള്ളൂ. അവിടെ ജനാധിപത്യ സംവിധാനം പിന്നെ ഇല്ല. അതുകൊണ്ട് ഈ രാഷ്ട്രീയാധിപത്യം എന്ന സംവിധാനമാണ് പിന്നെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളത്. ഈ ജനാധിപത്യം എന്ന സംവിധാനം ഇനി എന്നാണ് നടപ്പിൽ വരുത്തുന്നത് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു മനുഷ്യന്റെ എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് മനുഷ്യന്റെ വിദ്യാഭ്യാസം അവന്റെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് എന്നാണ് മനുഷ്യനെ ഒന്നുപോലെ കാണുന്നത് ജനാധിപത്യ സംവിധാനം ഇവിടെ ഉണ്ടാകുന്നത്. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ രാഷ്ട്രീയാധിപത്യ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ആ നിലപാട് ഇവിടെ അവസാനിപ്പിക്കണം. മനുഷ്യനെ ഒന്നുപോലെ കാണണം. അത് തന്നെ. എന്താ നിലപാട് മൊത്തത്തിൽ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്താ? പറഞ്ഞോ, ചുരുക്കി പറഞ്ഞു. അവതാരകൻ ഒരുപാട് ഇവിടുത്തെ UDF-ന്റെ സ്ഥാനാർത്ഥിനെ പിന്തുണക്കുന്നതായിട്ട് തോന്നി. അതായത് തുടക്കം മുതല് തുടക്കത്തില് അദ്ദേഹം KPCC പ്രസിഡന്റാണ്. പ്രസിഡന്റിന്റെ എല്ലാ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്ന കേട്ടു. ഇപ്പൊ ഇവിടെ അദ്ദേഹം BJP-യിലേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോഴും മസാല ദോശയുടെ കഥ ഇട്ടിട്ട് അത് ചോദിച്ചത് UDF പ്രതിനിധിയോടാണെങ്കിലും അവതാരകൻ ഇടപെട്ടിട്ട് അത് മസാല ദോശയോട് വെച്ചിട്ട് അത് തീർക്കുക ചെയ്തത്. അത് UDF പ്രതിനിധിക്ക് അതിനെ ഒരുപാട് ന്യായീകരിക്കാൻ വേണ്ടി എപ്പോഴും അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് എല്ലാ വേദിയിലും മുന്നോട്ട് വരുന്ന ഒരു ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ദയനീയാവസ്ഥ നമ്മളെല്ലാവരും കാണുന്നതാണ്. ഈ KPCC പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ പോലും സമയമില്ലാത്ത ആള് കണ്ണൂരിൽ മത്സരിച്ചിട്ട് ഇവിടെ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ജയിച്ചിട്ട്? അത് മാത്രമല്ല, കണ്ണൂരില് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആണ് ഇവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം ജയിച്ചു വന്നാൽ ജില്ലാ സെക്രട്ടറി ആയി പുതിയൊരാൾ വരും. KPCC പ്രസിഡന്റ് ജയിച്ചു വരികയാണെങ്കിൽ പുതിയൊരാൾ വരുമോ? അവിടെ ബൈക്കില്ല. പറഞ്ഞോ ഇവിടെ സംസാരിക്കുന്ന ആള് ഈ ചെറുപ്പക്കാരനായിരുന്നു. ശരി, പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് KPCC പ്രസിഡന്റ് പണി എടുക്കുന്നുണ്ട്. അത് മറ്റുള്ള പാർട്ടിക്കാർ പറയേണ്ട ആവശ്യമില്ല. അത് പാർട്ടിയിൽ കൃത്യമായി പണിയെടുത്താണ് KPCC പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നുമില്ല. നിങ്ങൾ ന്യൂനപക്ഷ മേഖലയിൽ പോയിക്കൊണ്ട് കെ സുധാകരൻ എം പി BJP കടന്നു പോകുന്ന KPCC പ്രസിഡന്റിന്റെ കാര്യം KPCC പ്രസിഡന്റ് നോക്കൂ. നിങ്ങള് കേരള പ്രദേശ് CPM-നോട് പറയാനുള്ളത് KPCC പ്രസിഡന്റിനെ നിങ്ങൾക്ക് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സുധാകരനെതിരെ ന്യൂനപക്ഷ മേഖലയിൽ പോയിക്കൊണ്ട് നിങ്ങൾ മുസ്ലിം സമുദായത്തിന് മുന്നിൽ പറയും കെ സുധാകരൻ എം പി BJP പോകുകയാണെന്ന് നിങ്ങൾ പറഞ്ഞു നടക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പല നേതാക്കന്മാർ, ലോക്കൽ സെക്രട്ടറി മുതൽ പാർട്ടിയുടെ പല നേതാക്കന്മാരും ന്യൂനപക്ഷ മേഖലയിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് ഇടയിൽ പോയി പറയും KPCC പ്രസിഡന്റ് ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ BJP. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഇത്തരത്തിലെ പാക്ട് നിങ്ങൾ പറയുന്നത് അത് നിങ്ങൾ പറഞ്ഞോട്ടെ. കെ സുധാകരൻ എന്നെ പോലെ നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെ ഈ പാർട്ടിയിൽ നിന്ന് വളർത്തി മുന്നോട്ട് പോകുന്ന നേതാവിന്റെ പേരാണ് കെ സുധാകരൻ. അത് നിങ്ങൾ മനസ്സിലാക്കിയ രാഷ്ട്രീയ സാഹചര്യത്തില് ഇത്തരം ഒരു വാക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ MLA MP മന്ത്രിമാർ അടക്കം BJP-യിലേക്ക് പോയ സാഹചര്യം നിലവിലുള്ളത് കൊണ്ടാണ് KPCC പ്രസിഡന്റ് ഉടൻ തന്നെ BJP-യിലേക്ക് പോകുന്ന പറയുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കാണ്ട്, കണ്ണൂരിന്റെ വികസനത്തിന് KPCC പ്രസിഡന്റ് നൽകിയ ഒരു 5 കാര്യങ്ങൾ UDF പ്രതിനിധി പറയണം നടപ്പിലാക്കാൻ. ഒന്ന്, ഈ രാജ്യത്ത് BJP-ക്കെതിരായി സംഘപരിവാറിനെതിരായി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദിച്ചതിന്റെ പേരിൽ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ MP-യുടെ പേര് കെ സുധാകരൻ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, ഈ LDF-ന്റെ സ്ഥാനാർത്ഥി പറയുന്നത് പോലെ വംശീയ വെറിയും വർഗീയ വെറിയും പറയുന്ന ഒരു നേതാവല്ല കെ സുധാകരൻ. നൗഫൽ ബിൻ യൂസഫ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഒരു വാർത്ത കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പേര് നൗഫൽ ബിൻ യൂസഫ് അല്ല, നൗഫൽ ബിൻ ലാദനാണെന്ന് പറയുന്ന ഒരു വർഗീയവാദിയാണ് കണ്ണൂരിലെ LDF-ന്റെ സ്ഥാനാർത്ഥി MP ജയരാജൻ. മാത്രമല്ല, നമുക്കറിയാം പർദ്ദയിടുന്നതിനെ ആക്ഷേപിക്കുന്നവർ പൊതുവെ സംഘപരിവാർ നേതാക്കന്മാരാണ്. അതേ നേതാക്കന്മാരുടെ ഭാഷ കടമെടുത്താണ് പർദ്ദയിട്ട സ്ത്രീകളുടെ മുഖപടം മാറ്റണമെന്ന് പരസ്യമായി പ്രസംഗിച്ച നേതാവിന്റെ പേര് MP ജയരാജൻ എന്നാണ്. അദ്ദേഹത്തിന്റെ കൃത്യമായ രൂപത്തിലുള്ള ഈ വെറി
വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. അതോടൊപ്പം തന്നെ അമ്പലമാവട്ടെ, പള്ളിയാവട്ടെ, ചർച്ചാവട്ടെ, അതിന്റെ മുമ്പിൽ ആരും തെമ്മാടിത്തം കാണിക്കാൻ പോകാറില്ല. നിലാമുറ്റത്തെ ഒരു പള്ളിയുടെ മുമ്പിൽ പോയി ഗുണ്ടായിസം കാണിച്ച നേതാവിന്റെ പേര് അത് എം വി ജയരാജനാണെന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയും കെ സുധാകരനെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ 5 കാര്യങ്ങൾ പറയൂ. മണ്ഡലത്തിൽ കെ സുധാകരൻ ചെയ്ത 5 കാര്യങ്ങൾ. നമ്പർ 1 ഞാൻ പറഞ്ഞേക്കാം. അടിസ്ഥാന വികസന മേഖലയിൽ 17.41 കോടി രൂപ ചെലവഴിച്ച എം പിയാണ് കെ സുധാകരൻ. ആരോഗ്യ മേഖലയിൽ 1.53 കോടി രൂപ ചെലവഴിച്ച എം പിയാണ് കെ സുധാകരൻ. വിദ്യാഭ്യാസ മേഖലയിൽ 1.37 കോടി രൂപ ചെലവഴിച്ച എം പിയാണ് കെ സുധാകരൻ. ഇവിടെ ഈ നാട്ടില് ഇത് കണക്കാണ്. ഈ നാട്ടിൽ അദ്ദേഹത്തിന്റെ ഫണ്ട് ചെലവഴിച്ചതിന്റെ കൃത്യമായ രേഖ കണ്ണൂർ കലക്ടറേറ്റിൽ നിന്ന് കൊടുത്ത രേഖയാണ്. ഈ രേഖയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതാണ് ജനങ്ങളുടെ മുമ്പിൽ 1 കോടി രൂപ ഓരോ ഘട്ടത്തിലും ഓരോ സ്ഥലത്തും അനുവദിച്ചതിന്റെ ഒരു കണക്ക് ഞാൻ വേണമെങ്കിൽ അരുണ് തരാം. പരിശോധിക്ക്, സമയം തരൂ, ഞാൻ വായിക്കാം. മുഴുവൻ രേഖയുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി 18 കോടി ചെലവഴിച്ചു. നമ്പർ 1. നമ്പർ 2, രണ്ടാമത്തെ കാര്യം ഞാൻ പറയും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വികസനം. അതാണ് ശ്രീ അരുണെ ഞാൻ പറഞ്ഞത്. 188.01 കോടി രൂപ അദ്ദേഹം മറ്റ് ഫണ്ടുകൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു എം പിക്ക് നേടിയെടുക്കേണ്ട ഫണ്ടുകൾ അത് ചെലവഴിച്ച് 158.1 കോടി രൂപ ഈ കണ്ണൂരിൽ ചെലവഴിച്ച എം പിയാണ് കെ സുധാകരൻ. ഞാൻ വെല്ലുവിളിച്ച് പറയാണ്. 188 കോടി. നമ്പർ 3, മൂന്നാമത്തത്, കണ്ണൂരിന്റെ എന്തു മാറ്റമാണ് അദ്ദേഹം കൊണ്ടുവന്നത്? എം പി എന്ന നിലയിൽ എന്തു മാറ്റം കൊണ്ടുവന്നു എന്നാണ് ചോദ്യം. എയർപോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ മുൻപിലുണ്ട്. എയർപോർട്ട് ഉൾപ്പെടെ രാജ്യത്തെ എയർപോർട്ടുകളെല്ലാം സ്വകാര്യവൽക്കരിക്കുന്നതും കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുന്ന ആരാ? നരേന്ദ്രമോദിയാണ്. കണ്ണൂർ എയർപോർട്ടിനെ തകർക്കാൻ ശ്രമമാണ് രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ ചെയ്യുന്നത്. അതിനെതിരായിട്ട് ശക്തമായ നിലപാട് ഇന്ത്യൻ പാർലമെന്റിനകത്തും കേന്ദ്രമന്ത്രിമാരുടെ മുമ്പിലുമെല്ലാം അദ്ദേഹം ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ BJPക്ക് ഒരു നിലപാടുണ്ട്. അദാനിക്ക് എഴുതി കൊടുക്കാൻ കണ്ണൂർ എയർപോർട്ട് തീരുമാനിച്ചത് കൊണ്ടാണ് ആ വികസനത്തിലെത്തിയ എയർപോർട്ട് ഇന്ന് രാജ്യത്തെ തകർത്തുകൊണ്ട് കണ്ണൂർ മാത്രമല്ല ഈ രാജ്യത്തെ മുഴുവൻ എയർപോർട്ടുകളും സ്വകാര്യവൽക്കരിക്കുന്ന നിലപാടല്ലേ? സ്വാഭാവികമായി അതിനകത്ത് ഒരു പ്രതിപക്ഷ എം പിക്ക് ഇടപെടാൻ സാധിക്കുന്ന ഇടപെടൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ബിജു, മതസൗഹാർദ്ദത്തിന്റെ, സ്നേഹത്തിന്റെ ദ ട്രൂ കേരള സ്റ്റോറി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ചൂടറിയൂ. നമ്മുടെ എന്തുകൊണ്ട് നിങ്ങൾ കണ്ണൂരിലെ ഈ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? വികസനമാണ് ഇപ്പൊ ചർച്ച ചെയ്തത്. എന്ത് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തു? ഇവിടെ മതത്തിന്റെ പേരിലുള്ള മതം അല്ലെങ്കിൽ വികാരപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. സത്യത്തിൽ ഇവിടെ വികസനം പറയുന്നതിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് കാര്യം നടപ്പിലാക്കി എന്ന് പറയുന്നതിൽ ഇവർ പരാജയപ്പെടുകയാണ്. 188 കോടിയുടെ വികസനമാണ് കെ സുധാകരൻ കൊണ്ടുവന്നത്. എവിടെയൊക്കെ നടപ്പിലാക്കി? നരേന്ദ്രമോദി ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് റിജൽ മാക്കുറ്റി പറഞ്ഞത്. ഇതേ പദ്ധതിയാണ് ആരോഗ്യ മേഖലയിൽ നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ നരേന്ദ്രമോദി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സാർ, എം പി പിന്നെ കേരള സർക്കാരിന്റെ പദ്ധതി നടപ്പിലാക്കാൻ പറ്റുമോ? എം പി നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാ. നരേന്ദ്രമോദിയുടെ തറവാടിനെ കുറിച്ചൊന്നും പറയണ്ട. തറവാടിനെ കുറിച്ച് പറയാനല്ല, തറവാടല്ല. ഞാൻ ചോദിച്ചത് കെ സുധാകരൻ ഇവിടെ സ്വന്തമായിട്ട് ഞാൻ ഇവിടെ എം പി ആയതിന്റെ പേരിൽ ഇന്ന പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ റിജൽ അടിസ്ഥാന സൗകര്യ വികസനം ആ കണക്ക് അത് കണ്ണൂരിൽ മാത്രമല്ല ഓരോ മണ്ഡലങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് കാസർഗോഡ് നടപ്പിലാക്കിയിട്ടുണ്ട്, വടകരയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. എംപിമാരുടെ ഇടപെടലിലൂടെ നരേന്ദ്രമോദി ഡയറക്റ്റ് കൊടുത്താണോ? സ്വന്തമായിട്ട് ഞാനിതാ ഈ കണ്ണൂര് വികസനത്തിന് വേണ്ടിയിട്ട് ഇത്ര പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പദ്ധതിയെ കുറിച്ച് പറയട്ടെ. അതായത് 2019 മുതൽ ഇതുവരെ കെ സുധാകരൻ തന്റെ യുണീക്കായ ഒരു പദ്ധതി മണ്ഡലത്തിൽ അവതരിപ്പിച്ചിട്ടില്ല. അതല്ലേ താങ്കളുടെ വാദം? ഒരു പദ്ധതിയുമില്ല ഇവിടെ നടപ്പിലാക്കിയില്ല. തൊഴിൽ മേഖലയിൽ നിങ്ങൾ തൊഴിൽ മേഖല എടുക്കൂ. തൊഴിൽ മേഖലയിൽ എടുക്കൂ. ആ തൊഴിൽ മേഖലയിലെ പദ്ധതി പറയട്ടെ. കൗശൽ യോജന, വികാസ് യോജന ഇവിടെ നടപ്പിലാക്കിയോ? പ്രധാനമന്ത്രി കൗശൽ യോജന ജോലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് നിങ്ങൾ നൈപുണ്യ വികസനം കൊടുക്കുന്ന പരിപാടിയല്ലേ? അതിനു വേണ്ടിയിട്ട് അത് തൊഴിലല്ല. അത് ഈ കണ്ണൂരിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവാക്കൾക്ക് ഇവിടെ കൊണ്ട് പദ്ധതി ആവിഷ്കരിക്കാൻ എന്ത് നിലപാട് ഇവിടുത്തെ എം പി എടുത്തു? നിങ്ങൾ 2 കോടി ഒരു വർഷം വാഗ്ദാനം ചെയ്ത് നടപ്പിലായോ?
2 കോടി കൃത്യം 2 കോടി അത് ആരാ തൊഴില്. നടപ്പിലാക്കേണ്ടത്? 2 കോടി തൊഴില് എത്ര കൊടുത്തു? ആരാണ് നടപ്പിലാക്കേണ്ടത്? 20 കോടി നോക്കൂ, തൊഴില് തൊഴിൽ കൊടുക്കുന്നത് MP അല്ലല്ലോ സാർ, 2 കോടി സർക്കാരല്ലേ കൊടുക്കേണ്ടത്. നിങ്ങളുടെ റെയിൽവേയിൽ മാത്രം 9.5 ലക്ഷം വേക്കൻസി ഒഴിഞ്ഞു കിടക്കുന്നു. നിങ്ങളുടെ കേന്ദ്ര സ്ഥാപനങ്ങളിൽ അപ്പോയിന്റ്മെന്റേ നടക്കുന്നില്ല. UPSCയുടെ കാര്യത്തിലില്ല, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിലില്ല. അപ്പം മൊത്തത്തിൽ നിങ്ങൾ സൈനിക മേഖല മുഴുവൻ സൈനിക മേഖല നിങ്ങൾ താൽക്കാലിക കൊണ്ടുവന്ന് കരാറടിസ്ഥാനത്തിൽ രാജ്യത്തെ സൈനികന്മാരെ നിയമിക്കുന്നത്. സൈനികരെ നിയമിക്കുന്നതിൽ എന്താ സൈനികരെ നിയമിക്കുക എന്ത് നിലപാടെടുത്തു? ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അവർ സമർപ്പിക്കുന്നത് 4 വർഷം തിരിച്ചു വരികയല്ലേ? താൽക്കാലികാടിസ്ഥാനത്തിലാക്കിയില്ലേ ആ ജോലി? രാജ്യത്തിന്റെ സൈനികരുടെ സേവനം ആർക്കാണ് കിട്ടുന്നത്? രാജ്യത്തിലല്ലേ? ഈ രാജ്യത്തിലെ യുവാക്കൾക്കല്ലേ കിട്ടുന്നത്? പദ്ധതി നടപ്പിലാക്കിയതോടുകൂടി രാജ്യത്തെ സൈന്യത്തെ കാവ്യവൽക്കുകയും തീർച്ചയായും സ്വകാര്യവൽക്കുകയും ചെയ്തുകൊണ്ട് ആ മേഖലയിലെ യുവത്വത്തിന്റെ സ്വപ്നത്തെ തകർത്തവരാണ് നിങ്ങൾ. യുവത്വത്തിന്റെ അതെല്ലാം നിങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോ കർഷകന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ 6000 ഇന്ത്യയിലെ കർഷകൻ രാജ്യ തലസ്ഥാനത്ത് സമരം ചെയ്യുകയാണെന്ന് ആത്മഹത്യ വഴി നിങ്ങൾ വെടിവെച്ചു കൊന്നാണ് രാജ്യത്തെ കർഷകൻ പറയുന്നത്. ആ കർഷകരെ വഞ്ചിച്ച ഒരു ഭരണമാണ് നരേന്ദ്രമോദിയുടെ രാജ്യത്ത് നടന്നത്. നേരത്തെ പറഞ്ഞ തൊഴിൽ യുവാക്കളെ വഞ്ചിച്ചു. 15 ലക്ഷം രൂപ അക്കൗണ്ട് തരാം വഞ്ചിച്ചു. 50 രൂപയ്ക്ക് പെട്രോൾ തരാം വഞ്ചിച്ചു. 250 രൂപയ്ക്ക് പാചകവാതകം തരാം. 410 രൂപ രാജ്യത്ത് ഗ്യാസിന് വിലയുണ്ടാകുമ്പോൾ നിങ്ങൾ പറഞ്ഞ 210 പാചകവാതകം എവിടെ? പ്രഖ്യാപനങ്ങളല്ലാതെ പെട്രോളിയം ഈ രാജ്യത്ത് നിങ്ങൾ നടപ്പിലാക്കി. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് തീരെഴുതി കൊടുത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാനത്തിന് നികുതി എത്രയാണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ നികുതി എത്രയാണ് നികുതി? നിങ്ങൾ എത്ര രൂപ സംസ്ഥാനത്തിന് ലഭിക്കുന്നുണ്ട്? പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സംസ്ഥാനം കൊടുക്കുന്ന നികുതി കുറയ്ക്കാൻ പിണറായി വിജയൻ തയ്യാറാകുമോ? പെട്രോളിന്റെ വില എത്രയാകുമോ? നിങ്ങൾ പെട്രോളിന്റെ വില പറയൂ. കേരളത്തിലെ പെട്രോളിന്റെ വില എത്രയാ? 56 രൂപ സംസ്ഥാനത്തിന് കിട്ടുന്നില്ലേ? 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാൻ 36 രൂപ സംസ്ഥാനത്തിന് കിട്ടുന്നില്ലേ? 36 രൂപ സംസ്ഥാനത്തിന് നികുതി ഇളവിൽ പെട്രോളിയത്തിന് കിട്ടുന്നില്ലേ? എന്തുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന നികുതി എനിക്ക് വേണ്ട എന്ന് വെക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകുമോ? നികുതി വേണ്ടെന്ന് വെക്കാൻ പറ്റത്തില്ല സാർ. അത് ഫിനാൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത് എത്ര വിഹിതം കൊടുക്കണം. എന്റെ ചോദ്യമല്ല, ഒറ്റ ചോദ്യം ഒളിപ്പിച്ചു. ഞാൻ ഈ ചോദ്യം കഴിഞ്ഞ തവണ പത്തനംതിട്ട ചോദിച്ചത്, എന്നെ കൊണ്ട് ആ ചോദ്യം വീണ്ടും അങ്ങ് ചോദിപ്പിക്കരുത്. ആ ചോദ്യം ഇതാണ്: $105 ഒരു ബാരലിന് ഉണ്ടായിരിക്കുമ്പോൾ അന്തർദേശീയ വിപണിയിൽ നമ്മളുടെ വില 55 രൂപയാണ്. ഇന്ന് അന്തർദേശീയ മാർക്കറ്റിൽ എത്ര വിലയെന്നറിയാമോ? $86 ബാരലിന്. നമ്മുടെ വില എത്രയാണെന്നറിയാമോ? 97 രൂപ. സാർ, 105 രൂപ അന്തർദേശീയ ഡോളർ മാർക്കറ്റിലുള്ളപ്പോൾ നമ്മുടെ വില 55 രൂപ. അവിടെ വില കുറയുമ്പോൾ ഇവിടെ വില കൂടുന്ന കാര്യം എന്താ? പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നികുതി കൊണ്ട് ആ നികുതി കൊണ്ടാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നല്ല റോഡുണ്ടോ? 50 ദിവസം തരൂ, അല്ലെങ്കിൽ എന്നെ നിങ്ങൾ പിരിച്ചുവിട്ടോളൂ എന്ന് പറഞ്ഞ ആളാ നരേന്ദ്രമോദി. നല്ല റോഡുണ്ടോ? 50 ദിവസമായി നല്ല റോഡുണ്ടോ? ഇപ്പോ ആർക്കെങ്കിലും 1 കിലോമീറ്റർ UPA ഭരണകാലത്ത് ഞാൻ എതിർക്കും. 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടും, പക്ഷെ 1/2 ലിറ്ററേ കിട്ടൂ. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ മാത്രമുള്ള CPM-ന് നരേന്ദ്രമോദി സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഈ CPM-ന്റെയും കോൺഗ്രസിന്റെയും എല്ലാം പൊതുശത്രു നരേന്ദ്രമോദി NDA ആണല്ലോ. അപ്പോൾ അതിനുവേണ്ടി അവർ ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവർ തമ്മിലടിച്ചിട്ട് പരസ്പരം മറ്റേ ആരോപണം പ്രത്യാരോപണം നടത്തിയിട്ടും ചെളിവാരി എറിഞ്ഞിട്ടും NDAക്ക് വിരുദ്ധമായിട്ട് കിട്ടേണ്ട വോട്ടുകളെല്ലാം ഭിന്നിച്ചിട്ട് NDA സ്ഥാനാർത്ഥികൾ എളുപ്പത്തിൽ ജയിച്ചു പോവില്ലേ? കാരണം വാളയാറിനപ്പുറം ഇവർ രണ്ടാളും ഒന്നിച്ചാണല്ലോ. ഒന്നിച്ചാണ്. ഓക്കെ, ശരി, പറഞ്ഞോ. നമ്മൾക്കിപ്പോ ഇവിടുത്തെ മതവും ബോംബും ഒന്നും ഇപ്പം ചർച്ച ചെയ്യണ്ട. നേരത്തെ BJPന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ നമുക്ക് വികസനം തന്നെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ 1 കിലോ അരിക്കെത്ര പൈസ? ജയസൂര്യയോട് ഒരു സിനിമയിൽ ചോദിച്ച പോലെ 1 കിലോ അരിക്കെത്ര പൈസ? 1 കിലോ പരിപ്പിന് എത്ര പൈസ? സാധാരണക്കാരൻ പണ്ട് ഈ മീനൊന്നും വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ചോറും പരിപ്പ് കറിയും കൂട്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു നാടായത്. അപ്പോൾ 1 കിലോ അരിക്കെത്ര പൈസ? 1 കിലോ പരിപ്പിന് എത്ര പൈസ? അതോടൊപ്പം നാവിൽ വഴങ്ങാത്ത ഒരു ചോദ്യം കൂടി, $1 എത്ര മൂല്യം? 1 കിലോ അരിക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ എത്ര കർഷകന് കിട്ടുന്നു? 1 കിലോ പരിപ്പിന് നമ്മൾ കൊടുക്കുന്ന പൈസ എത്ര കർഷകന് കിട്ടുന്നു? എന്തുകൊണ്ടാണ് കർഷകൻ രക്ഷപ്പെടാത്തത്? ഓക്കെ, വളരെ പ്രസക്തമായ ഒരു ചോദ്യം. ഓക്കെ, ഇവിടെ ചോദ്യങ്ങളിലേക്ക്. ഓക്കെ,
എന്റെ ചോദ്യം LDF പ്രതിനിധിയോടാണ്. അപ്പം നിങ്ങളെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാന്ന് അറിഞ്ഞക്കൊള്ളുന്നുണ്ട്. അത് എല്ലാവർക്കും ഉണ്ട്, സഹാക്കന്മാർക്കും എല്ലാ 19 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അപ്പൊ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നിർത്തി മത്സരിക്കാൻ സാധ്യതയില്ലല്ലോ. അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ? ഇന്ത്യ മുന്നണിയുടെ നെടുന്തൂണ് കോൺഗ്രസ് ആണല്ലോ. അങ്ങനെ അങ്ങ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരെ വിജയിപ്പിച്ചിട്ട് അങ്ങനെ അങ്ങേക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസിന്. ഓക്കെ, ബിജിനോടാണ് ചോദ്യം. ചോദിച്ചോ. എൻ്റെ ചോദ്യം 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യമായിട്ടുള്ള ഇവിടെ ചിഹ്നത്തിനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മത്സരിച്ച ചിഹ്നം എന്ന് പറയണം. നിങ്ങളിപ്പോൾ മത്സരിക്കുന്ന കൈപ്പത്തിയുടെ പിതൃത്വം അവകാശമുള്ള പാർട്ടി ഏതാണ് കൂടി നിങ്ങൾ പറയണം. പിന്നെ ഒരു ചോദ്യം പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട്. ആ ഇലക്ട്രൽ ബോണ്ടിൽ നിലവിൽ കേരള ഘടകത്തിൽ കോൺഗ്രസിനായതിൽ നിങ്ങൾക്ക് എത്ര കിട്ടി? ഇവിടെ കണ്ണൂർ കെ സുധാകരന് അതിന് ഭാഗമായത് ഇലക്ഷന്റെ ഭാഗമായിട്ട് എത്ര കിട്ടി? അതാണ് ചോദ്യം. ഓക്കെ, ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ കോൺഗ്രസ് വിഹിതം പറ്റിയിട്ടുണ്ടോ? ആര് മണ്ഡലത്തിൽ നിന്ന് ജയിക്കണം എന്നതാണ് അഭിപ്രായം? ഒരു യുവ വോട്ടർ എന്ന നിലയിൽ പറഞ്ഞോളൂ. ഒരു യുവ വോട്ടർ എന്ന നിലയിൽ ഈ മണ്ഡലത്തെ ആര് പ്രതിനിധീകരിക്കണം പാർലമെന്റിൽ? മുമ്പോട്ട് നിന്നോളൂ. എന്തായാലും MV ജയരാജൻ തന്നെ ജയിക്കും. എന്താ അങ്ങനെ ഒരു ആത്മവിശ്വാസം? എന്താണ് കെ സുധാകരൻ പോയാൽ എന്താ കുഴപ്പം? കാരണം ഒരു MP എന്ന് ചോദിച്ചത് നമ്മൾ കിളക്കാൻ പോകണോ എന്നാണ് ഒരു MP ചോദിച്ചത്. അത്തരത്തിലുള്ളൊരു MP നമ്മുടെ നാടിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിട്ടല്ലേ? നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം തന്നൊരു മറുപടി. നമ്മൾ പോയി കിളക്കണോ? പക്ഷെ അതിന് പകരം അവർക്ക് പലതും പറയാമായിരുന്നു. പക്ഷേ നമ്മൾ പോയി കിളക്കണോ എന്നാണ് ചോദിച്ചത്. അതിന് അവർ ജസ്റ്റിഫൈ ചെയ്യാതെ അങ്ങനെയാണ്. അതെ, വോട്ടർമാരെ അവഹേളിച്ചു എന്നതാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതെ, അത്തരൊരു അദ്ദേഹത്തെ വിശ്വസിച്ച് ഒരു MP സ്ഥാനത്ത് എത്തിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ കിളക്കാൻ പോകണം, നമ്മൾ 18 ആളും കിളക്കാൻ പോകണോ എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ അത് കണ്ണൂരിലൊരു എന്താ മറുപടി? MV ജയരാജനെ എന്തായാലും ഈ ഇവിടുത്തെ വോട്ടർമാർ പാർലമെന്റിലേക്ക് അയക്കില്ല. കാരണം എന്നും നാക്കില് മോശപ്പെട്ട വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് MV ജയരാജൻ. കോടതിയെ ശുംഭനെന്നും അതുപോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകനെ നൗഫൽ മില്ല അതിനൊന്നും വിളിച്ച് അപേളിക്കുക. അതുപോലെ തന്നെ പള്ളിയുടെ മുന്നിൽ പോയി അവിടെ ബഹളം വെച്ച് പള്ളിയിലുള്ള ആൾക്കാർ പുറത്തിറക്കണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുക. ഇങ്ങനെയുള്ള ഒരു ശുംഭനെയൊന്നും എന്തിരുന്നാലും കണ്ണൂരിലെ ജനത അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാം. പിന്നെ കെ സുധാകരന്റെ നേരത്തെ ഈ ചെറുപ്പക്കാരി പറഞ്ഞതുപോലെ, അതായത് ഞങ്ങൾ കിളക്കാൻ പോണോ എന്ന് കേരളത്തിലെ വോട്ടർമാരോട് ചോദിച്ച കെ സുധാകരൻ MV എന്തായാലും അങ്ങനെ ചോദിച്ചിട്ടില്ല. കൃത്യമായി കെ സുധാകരൻ MV ആരോടും കിളക്കണമെന്ന് ചോദിച്ചില്ല. കെ സുധാകരൻ MV കൃത്യമായിട്ട് ഈ മണ്ഡലത്തിന്റെ അകത്ത് വികസന നേട്ടങ്ങളുമായിട്ട് തന്നെയാണ് വീണ്ടും ഇവിടെ വികസന നായകനാണ് കെ സുധാകരൻ. തീർച്ചയായിട്ടും അത് നേരത്തെ പറഞ്ഞല്ലോ. നേരത്തെ ബിജു ഏളക്കുയി ഇവിടുന്ന് സംസാരിക്കുകയുണ്ടായി. നരേന്ദ്രമോദിയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഒരു മണ്ഡലത്തിലും അത് കേരളത്തിലെ MLA-മാരായാലും MP-മാരായാലും അവരവരുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്ന വികസന നേട്ടങ്ങളൊക്കെ അതായത് MPയുടെ അക്കൗണ്ടിൽ തന്നെയാണ്. അത് ബിജു ഏളക്കുയി നേരത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. ഈ മണ്ഡലത്തിന് വേണ്ടി പ്രത്യേകിച്ച് കെ സുധാകരൻ 5 വർഷം എന്തെങ്കിലും കൊണ്ടുവന്നോ എന്നതായിരുന്നു. തീർച്ചയായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ പഞ്ചായത്തുകളും കൃത്യമായിട്ട് കണക്കുകളുണ്ട്. എല്ലാ പഞ്ചായത്തുകളുണ്ട്. മട്ടന്നൂർ നഗരസഭയിൽ 69 ലക്ഷത്തിന്റെ വികസനം, ഊടാളി പഞ്ചായത്തിൽ കൊണ്ടുവന്നില്ല 29 ലക്ഷത്തിന്റെ. അതുപോലെ തന്നെ നമ്മുടെ ഈ അടുത്ത കടമ്പൂർ പഞ്ചായത്തിൽ പോലും സ്റ്റേഡിയം നിർമ്മാണത്തിന് 44 ലക്ഷം രൂപ അവിടെ അതുപോലെ തന്നെ കേരളത്തിലെ ഒരു MP-മാരും ചെയ്യാത്ത രീതിയിൽ 1 കോടി രൂപ അംഗപരിമിതർക്കായി വീൽ ചെയർ വിതരണം നടത്തി കഴിഞ്ഞ ശരി. നമുക്ക് ആകെ 30 സെക്കൻഡ്സ് വീതം എല്ലാവർക്കും ഉള്ളൂ. എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ 30 സെക്കൻഡ്സേ ഉള്ളൂ. ഏറ്റവും മികച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാം. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധികളായി ചർച്ചയിൽ പങ്കെടുത്തവർ കുറച്ച് പരിഹാസ്യമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു മിനിറ്റ് തന്നാൽ മതി. തന്നില്ല. ഇവിടെ ഇന്ത്യയിൽ ഇടതുപക്ഷത്തെ നിങ്ങൾ കാണേണ്ടത് പ്രധാനമന്ത്രി സ്വർണ്ണത്തളിയിൽ തിന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞവരാ. 2004 എന്തിനാ UPA ഗവൺമെന്റ് രൂപീകരിച്ചത്? വീണ്ടും BJP ഗവൺമെന്റ് അധികാരത്തിൽ നിങ്ങളോടുള്ള പ്രണയം കൊണ്ടല്ല. 64 MP-മാരുടെ പിന്തുണ നൽകിയപ്പോഴും മന്ത്രിസ്ഥാനം കൊണ്ടു തന്നപ്പോഴും ഞങ്ങൾ വേണ്ടെന്ന് വെച്ചവരാ. ഞങ്ങളെ ഈ രാജ്യത്ത് വിശ്വസിക്കാൻ പറ്റും. അല്ലെ, കേൾക്ക്. നിങ്ങൾ അഹങ്കരിക്കരുത്. കോൺഗ്രസ് ഉണ്ടോ ഇന്ന് ഈ രാജ്യത്ത്? വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പക്ഷമാണ് ഇന്ത്യയിൽ ഇടതുപക്ഷം. ഈ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചാൽ ഇടതുപക്ഷത്തിന്റെ MP-മാരായി തന്നെ അവർ പാർലമെന്റിനകത്ത് പോരാടും.
പാർലമെന്റിന് പുറത്തും പോരാടും. പക്ഷേ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് പോകുന്നതെങ്കിൽ ചരിത്രമുണ്ടല്ലോ, സമയപരിമിതി കൊണ്ടാണ് ഒഴുകി BJP-യിലേക്ക് പോയി തീരുകയാണ്. ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ സ്റ്റേറ്റ്മെന്റിനെ പരിഹാസ്യോടെ കണ്ടാ പോരാ, ഏത് നിമിഷം BJP-യിലേക്ക് പോകും. RSS-ന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കും. പറയുന്നത് KPCC-യുടെ അധ്യക്ഷനാണ്. സി രഘുനാഥ് ഇവിടെ ജയിച്ചു വന്നാൽ ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഓരോന്നായിട്ട് നടപ്പിലാക്കും. അത് പ്രധാനമന്ത്രി ആവാസ് യോജന, ഓരോ പഞ്ചായത്തും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും വഴി വീടില്ലാത്തവർക്ക് വീട് നൽകാനുള്ള പദ്ധതി ഇവിടെ നടപ്പിലാക്കും. അത് തുടരും. അതുപോലെ തന്നെ സുകന്യ സമൃദ്ധി യോജന, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വിവാഹത്തിനും വേണ്ടിയിട്ടുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാനുള്ള പദ്ധതി ഇവിടെ ആസൂത്രണം ചെയ്യും. നരേന്ദ്രമോദിയുടെ സഖ്യകക്ഷിയായ ദേവഗൌഡയുടെ പാർട്ടിയുടെ മന്ത്രിയെ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി ഭരിക്കുന്നവർ NDA-യുടെ ഘടകകക്ഷിയാണ് കേരളത്തിലെ പിണറായി വിജയൻ. രണ്ടാമത് കേരളത്തിലെ BJP-യും CPM-ന്റെയും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ രക്തസാക്ഷിയാണ് റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പള്ളിയിൽ കയറി കൊലപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ജൂൺ 4-ാം തീയതി ഈ 26-ാം തീയതി വിധിയെഴുതി കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും കടക്കുപുറത്ത് എന്ന് വോട്ടർമാർ ആരോട് പറയുമെന്നതാണ് ചോദ്യം. മത്സരം കടുക്കുന്നു. നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മീനച്ചൂടിനും മുകളിലാണ് കണ്ണൂരിന്റെ രാഷ്ട്രീയ ചൂട്. ഇനി നമ്മൾ വീണ്ടും എത്തും നാളെ വയനാട് മാനന്തവാടിയിൽ നിന്നും. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം നാളെ വൈകുന്നേരം 7 മണിക്ക്. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. എല്ലാ പ്രേക്ഷകർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ.